ആണ് ആദ്യമായിട്ട് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. സൂത പൗരാണികൻ, ഭാഗവതം നന്നായിട്ട് പഠിച്ച ആളാണ് സൂത പൗരാണികൻ. അദ്ദേഹം ശ്രീശുക ബ്രഹ്മർഷിയുടെ ശിഷ്യനാണ്. പരീക്ഷിത്ത മഹാരാജാവിന് 7ാമത്തെ ദിവസം തക്ഷകൻ എന്നുപേരായ സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കാൻ ഒരു യോഗമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി തന്നെ ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേർന്ന് പരീക്ഷത്തിന് ഭാഗവതം 7 ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഈ 7 ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്തതിനാണ് എന്ത് പറയുക, സപ്താഹം എന്ന് പറയും. 7 അഹസ് പകല സമയത്ത്, 7 പകല സമയത്താണ് ഭാഗവതം. അതിനാണ് സപ്താഹം എന്നിതാ പറയണത്. ഇങ്ങനെ ഈ സപ്താഹ രൂപത്തിൽ ഭാഗവതത്തിനെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ പരീക്ഷത്തിൻ്റെ കൂട്ടത്തിലിരുന്ന് കേട്ടയാളാണ് സൂതൻ. ഗുരവോ ഗുഹ്യമപ്യുത എന്ന് പറയും. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭാഗവതം ഗുഹ്യമായിട്ടുള്ളതാണ്. ഗുഹ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രഹസ്യം എന്നാണ് അർത്ഥം, അല്ലേ? രഹസ്യം എന്ന് പറഞ്ഞാലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, രഹസ്യം പറയാം എന്നൊക്കെ പറയും, അല്ലേ? എന്നാൽ ശരിക്കും സംസ്കൃതത്തിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിലെ രഹസ്യം എന്ന് പറയാം, എത്ര മനസ്സിലാക്കിയാലും മനസ്സിലാവാത്തതിനാണ് എന്ത് പറയുക, രഹസ്യം എന്ന് പറയുക. അതാണ് ഈശ്വര കാര്യങ്ങളൊക്കെ എത്ര മനസ്സിലായി കഴിഞ്ഞാലും പിന്നെയും കുറേ മനസ്സിലാവാണ്. അങ്ങനെ മനസ്സിലാവുന്നതിനനുസരിച്ച് ഇങ്ങനെ മനസ്സിലാവാനുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പം അതിനാണ് രഹസ്യം എന്നതാ പറയും. ഗുരവോ ഗുഹ്യമപ്യുത. ഇവിടെ വളരെ ഗുഹ്യമായിരിക്കുന്ന ഭാഗവത കാര്യങ്ങളൊക്കെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ പരീക്ഷത്തിൻ്റെ കൂട്ടത്തിലിരുന്ന് കേട്ടയാളാണ് സൂതൻ. പിന്നെ ഭാഗവതത്തിലെ 2 സൂതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സൂതൻ്റെ പേരാണ് ഉഗ്രശ്രവസ്, മറ്റൊരു സൂതൻ്റെ പേരാണ് രോമഹർഷണൻ. ഉഗ്രശ്രവസിൻ്റെ പ്രത്യേകത, ഉഗ്രമായി ഭഗവാന്റെ കഥകളെ പഠിച്ചയാൾ, ഉഗ്രമൂർത്തിയായിരിക്കുന്ന നരസിംഹമൂർത്തിയെ ഉപാസിച്ച ആൾ. നമ്മുടെ ഭാഗവതമൊക്കെ വായിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ പല ആൾക്കാർക്കും പ്രയാസം ഉണ്ടായിരിക്കും. പലരും വിചാരിക്കും, ഞാൻ അത് വായിച്ചാൽ നേരെയാവോ ഭഗവാൻ, തെറ്റിപ്പോയാലും ദോഷം വരില്ലേ, അല്ലേ? അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവിധ ഭയത്തിനെയും എപ്പോഴാണ് ഇല്ലാതാക്കാൻ സാധിക്കുക? നരസിംഹമൂർത്തിയെ ഉപാസിച്ചാലും മതി. ഇപ്പോൾ ഭാഗവതം വായിക്കുന്ന ആൾക്കാരൊക്കെ നിർബന്ധമായിട്ടും എന്ത് വേണം? നരസിംഹോപാസന ജീവിതത്തിൽ ഏതാ കൊണ്ട് നടക്കണം. നരസിംഹമൂർത്തിയെ ഉപാസിക്കുക. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഈ മന്ത്രം ജപിച്ച് ഭഗവാൻ അങ്ങോട്ട് വീട് നമസ്കരിക്കുന്നതോടുകൂടി എല്ലാവിധ ഭയവും നമ്മളിൽ നിന്ന് ഇല്ലാതാവുന്നു. ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും തുടങ്ങാൻ പറ്റില്ല. നേരെയാവും ഭഗവാൻ, നേരെയാവും എനിക്ക് പറ്റുമോ, എനിക്ക് പറ്റൂല്ലേ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒന്നും തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ വായിക്കാൻ പുറപ്പെട്ടു, ഭാഗവതം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഭാഗവതം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നരസിംഹമൂർത്തിയെ ഉപാസിക്കുന്നതോടുകൂടി ആ ഭയം മുഴുവനും നമ്മളിൽ നിന്ന് ഇതാ ഇല്ലാതാവുന്നു. അതാണ് ഈ സൂതന് ഉഗ്രശ്രവസ് എന്ന് പേര് കൊടുക്കാനുള്ള കാരണം. ഉഗ്രമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ, നരസിംഹമൂർത്തിയെ ഉപാസിച്ച ആളാണ്. അപ്പം നമ്മളും എന്ത് വേണം? ഭാഗവതമൊക്കെ തുടങ്ങുമ്പോൾ നരസിംഹമൂർത്തിയെ നമസ്കരിക്കുന്ന രാവിലെ കണ്ടില്ലേ, നരസിംഹമൂർത്തിയെ നമ്മൾ വീണ്ടും നമസ്കരിച്ചു. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്കത് ഉണ്ടാകുന്നു. പല ആളുകൾക്കും വല്ല ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ അവർ പേടിക്കും, ഭഗവാനെ ഇത്രയൊക്കെ പൈസ ചിലവാക്കി ലോൺ എടുത്തിട്ടാണ് തുടങ്ങിയത്, ഇതൊക്കെ നേരെയാവോ, ഇന്നൊക്കെ 10 ഉറുപ്പ്യ തിരിച്ച് കിട്ടണ്ടേ, ഇല്ലേ? അതിന് വേണ്ടിയിട്ടാണ് കുറേ പൈസ ചിലവാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഭയമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? നരസിംഹമൂർത്തിയെ ഉപാസിക്കും. അപ്പോൾ അവരുടെ എല്ലാവിധ ഭയവും ഇല്ലാതാവുന്നു. അങ്ങനെ നരസിംഹോപാസകനായിരിക്കുന്ന സൂത പൗരാണികൻ. മറ്റൊരു സൂതൻ്റെ പേരാണ് രോമഹർഷണൻ. രോമഹർഷണൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കഥ ഇങ്ങനെ പറയുന്ന സമയത്ത് കേട്ടിരിക്കുന്ന ആൾക്കാർ എല്ലാം മറക്കൂത്രേ, എല്ലാതും മറന്ന് ഭഗവാനെ തന്നെ ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റേത് എന്നുള്ള ഭാവമില്ലാതെ എന്തെന്നില്ലാത്ത ഹർഷം, ആനന്ദം ഉണ്ടാവുന്നു. ഇങ്ങനെ ആനന്ദത്തിനെ പ്രദാനം ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് രോമഹർഷണൻ എന്നുള്ള പേര് തന്നെ അതാ കിട്ടിയത്, അല്ലെ? രോമഹർഷണൻ എന്ന മറ്റൊരു സൂതൻ്റെ പേര്. ശൗനകാദി മഹർഷീശ്വരന്മാർ, ശൗനകൻ എന്ന പേരായിട്ട് നല്ല അറിവുള്ള ആളാണ്. ശൗനകൻ്റെ പ്രത്യേകത, കുലപതിയാണ് ശൗനകൻ. കുലപതി എന്ന് പറഞ്ഞാൽ 1000 ശിഷ്യന്മാരുള്ള ആചാര്യനെ, ഗുരുനാഥനെയാണ് കുലപതി എന്നതാ പറയും.
എന്നാൽ ഇദ്ദേഹം ഒരു കുലപതിയല്ല, ഇദ്ദേഹത്തിന് 18,000 ശിഷ്യന്മാരാണ് ഇതാ ഉള്ളത്. അനവധി ശിഷ്യന്മാരുണ്ട് ഈ ശൗനക മഹർഷിക്ക്. അങ്ങനെയുള്ള ശൗനക മഹർഷി അദ്ദേഹം കഥ കേൾക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. എവിടെ? നൈമിശാരണ്യത്തിൽ വെച്ചിട്ടാണ് ശൗനക സംവാദം നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ 3 അധ്യായത്തിനാണ് ശൗനക സംവാദം എന്ന് പറയുന്നത്. ആ ശൗനക സംവാദത്തിൽ പൗരാണികൻ ശൗനകാദി മഹർഷീശ്വരന്മാരുടെ അടുത്ത് ഒരു സത്രത്തിലാണ് എത്തിച്ചേർന്നത്. സത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗത്തിൻ്റെ ഒരു ഭാഗമാണ് സത്രം. യാഗം ഒക്കെ നടന്ന സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ 2 വേദി കാണും. ഒന്ന് നിഗമവേദി, മറ്റൊന്ന് ആഗമവേദി. നിഗമവേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുരാണങ്ങളൊക്കെ പാരായണം ചെയ്യാം. ആഗമവേദി പറഞ്ഞാൽ അവിടെ പൂജാതി കാര്യങ്ങൾ, ഹോമങ്ങൾ ഒക്കെ നടക്കുക. അപ്പോൾ ഹോമമൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ അവിടുന്ന് ആളുകളൊക്കെ നിഗമവേദിയിൽ ഇതാ വന്നിരിക്കും. നിഗമവേദിയിൽ ഇരുന്ന ഒരാൾ കഥ പറയും, മറ്റുള്ള ആൾക്കാരൊക്കെ കേട്ടിരിക്കുന്ന ആൾക്കാർ ചില്ലറക്കാരല്ല, നല്ല അറിവുള്ള ആൾക്കാർ. ഭാഗവതം മറ്റുള്ള പുരാണങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചതായിരിക്കുന്ന ആചാര്യന്മാർ, വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ് മുന്നിലിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് കഥ പറയാൻ പുറപ്പെടുമ്പോൾ മറ്റുള്ളവരൊക്കെ കേൾക്കും. കുറച്ച് കഴിഞ്ഞാലോ കഥ പറയുന്ന ആൾ നിർത്തി വേറൊരാളിരുന്ന് കഥ പറയും. ഇതിനാണ് എന്ത് പറയുക? സത്രം എന്ന് പറയും. കുറേ ആളുകൾ ഇരുന്ന് കഥ പറയുന്നതായ ഒരു സദസ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഭഗവാനെ ഉപാസിക്കാനേ സമയമുള്ളൂ. രാവിലെ നേരത്തെ എഴുന്നേൽക്കും. നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ നേരത്തെ എഴുന്നേൽക്കാത്തതിൻ്റെ കാരണം എന്താ? മാത്രം സുഖമായിട്ടാണ് കടന്നു പറഞ്ഞത്. AC മുറിയിൽ കണ്ടാൽ ഓർക്കാൻ വരുന്ന കിടക്കുക. എങ്ങനെയാ രാവിലെ എണീക്കല്ലേ? എന്നാൽ ഇവരൊക്കെ കിടക്കുന്ന സ്ഥലം ആലോചിച്ച് നോക്കൂ. കാട്ടിലാണെന്ന് വെച്ചാൽ അവിടെ പാറേൻ്റെ പുറത്താണ് കിടക്കുക. അവിടെ അങ്ങനെ കിടക്കൊന്നുമില്ല, കിടന്നുറങ്ങുക. ഫാനൊന്നുമില്ല, AC മുറിയൊന്നുമില്ല. ഇപ്പം എന്താ രാവിലെ ആവാത്തത് വിചാരിച്ചിട്ടാണ് അല്ലേ കിടന്നുറങ്ങുക. പിന്നെ ഭക്ഷണം എന്ന് വെച്ചാൽ കാട്ടിലുള്ള ഓരോ സാധനങ്ങളാണ് അവരിതാ കഴിക്കുക. വല്ലാതെ കയ്പൊക്കെ ഉള്ള ഓരോ സാധനം അവർ കഴിക്കുക അല്ലേ. അപ്പോൾ പിന്നെ കുറച്ചേ കഴിക്കുള്ളൂ. നമ്മളെ സ്ഥിതി ആലോചിച്ച് നോക്കൂലേ. നമ്മളെങ്ങനെ വയറ് നിറഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് ഭഗവാനെ കുറച്ചുകൂടിയും കഴിക്കാൻ പറ്റുമല്ലേ. അങ്ങനെ വല്ലാതെ കഴിക്കുന്ന സമയത്ത് അപ്പം ഇവർക്ക് ഇങ്ങനെയുള്ള ഈ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. അവർ ഭഗവാനെ ഉപാസിക്കാൻ മാത്രം സമയം കണ്ട് എത്തിയ ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് നൈമിശാരണ്യത്തിൽ ഇരുന്നിട്ടാണ് കഥ പറയുന്നത്. നൈമിഷം എന്ന് പറഞ്ഞാൽ തന്നെ നിമിഷം കയറി വരാത്ത സ്ഥലം. നിമിഷൻ എന്ന പേരായിട്ട് ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരന് മോക്ഷം കൊടുത്ത സ്ഥലമാണ് നൈമിശാരണ്യം. അവിടെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ അവിടെ ഇരുന്ന് ഭാഗവതം വായിക്കും പറയുകയൊക്കെ ചെയ്യുന്നില്ല. ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ഇരുന്നിട്ടാണ് നമ്മളിതാ പറയുന്നത്. ഇവിടെ അതെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. ആ നൈമിശാരണ്യത്തിൽ അല്ലേ, നിമിഷം കയറി വരാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കാലം ബാധിക്കാത്തതായ സമയം എന്നർത്ഥം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴേ നമ്മളെ കാലം ബാധിക്കുള്ളൂ. കാലന് എപ്പോഴേ നമ്മളെ ആ സമയത്തിനെ കട്ടുകൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈശ്വരനെ ഉപാസിക്കാത്ത സമയത്തിനെ മാത്രമേ കാലനെ കട്ടുകൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഭഗവാനെ ഉപാസിക്കുന്ന സമയത്തിനെ നമുക്കിത് ആ ജീവിതത്തിൽ നഷ്ടമാവില്ല. അപ്പോൾ 24 മണിക്കൂറിൽ എത്ര നേരം നമ്മൾ ഈശ്വരനെ ഉപാസിച്ചു, അതിനാണ് കൂടുതൽ പ്രാധാന്യം. എത്രത്തോളം നാമം ജപിക്കുന്നുണ്ട്, എത്രത്തോളം ഭഗവത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അധികസ്യ അധികം ഫലം. ഭഗവാനെ ഉപാസിക്കുന്നതിന് പ്രത്യേകത എന്താണ്? അധികസ്യ അധികം ഫലം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എഴുന്നേറ്റ് ഒരു നാമം ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഗുണം. ഒരു ദിവസം എഴുന്നേറ്റ് ഒരു സഹസ്രനാമം ഒരു പ്രാവശ്യം ജപിച്ചു എന്നാൽ അത്രത്തോളം ഗുണം അല്ലേ. ഒരു പ്രാവശ്യം കൂടി ഭഗവാനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു, അത്രത്തോളം ഗുണം. ഒരിക്കലും കൂടി നമ്മൾ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രദക്ഷിണം ചെയ്തു, അത്രത്തോളം ഗുണം. ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നതായിരിക്കുന്ന പാപകർമ്മങ്ങളൊക്കെ ഇല്ലാതായിട്ട് തീരുന്നു. പാപകർമ്മങ്ങളൊക്കെ ഇല്ലാതായി സുഖത്തിനെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ എത്രത്തോളം ഈശ്വരനെ ഉപാസിക്കുന്നതിന് അതിനാണ് കൂടുതൽ പ്രാധാന്യം. നൈമിശാരണ്യം എന്ന് പറഞ്ഞാൽ നിമിഷം കയറി വരാത്ത സ്ഥലം. നിമിഷം എന്ന് പേരായിരിക്കുന്ന അസുരനെ വധിച്ച സ്ഥലം. ഈ അസുരൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിലുള്ളതായിരിക്കുന്ന അല്ലേ ദൈവിക ശക്തിയെ ഇല്ലാതാക്കുന്ന സമയത്തിനാണെന്ന് പറയാം ഈ ആസുരിക സമയം എന്നൊക്കെ പറയും. അതിനാണ് അസുരൻ എന്ന് പറയാം. അപ്പം നമ്മളിൽ നിന്ന് നമ്മളുടെ 2 ശക്തിയാണ്. ഒന്ന് ദൈവിക ശക്തി, പിന്നെ ആസുരിക ശക്തി.
അതിന് ദൈവിക ശക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം, ആസുരിക ശക്തിയെ കുറയ്ക്കാനായിട്ട് സാധിക്കണം. ഈ അസുരനെ എല്ലാ സമയത്തും വധിക്കണം, അസുരനെ ഇല്ലാതാക്കി. ആരിലാ അസുര ഇരിക്കുന്നത്? നമ്മൾ തന്നെയാണ് അസുര ഇരിക്കുന്നത്. നമ്മൾ തന്നെയാണ് ദേവനും, നമ്മൾ തന്നെയാണ് അസുരനും, നമ്മൾ തന്നെയാണ് രാക്ഷസനും, അല്ലേ? നമ്മൾ തന്നെയാണ് രാക്ഷസൻ. രാക്ഷസീയമായിരിക്കുന്ന ചിന്താഗതി നമ്മളിൽ നിന്ന് കയറി വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക? നമ്മളെ രാക്ഷസൻ എന്നാ പറയാം. ഈ ആസുരികമായിരിക്കുന്ന ഓരോ കഥകൾ, ഓരോ ചിന്തകൾ നമ്മളിൽ നിന്നുണ്ടാവുമ്പോൾ നമ്മൾ ഒരിക്കലും മനുഷ്യനല്ല. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. നമ്മൾ അത്തരത്തിൽ ചിത്ത പ്രവൃത്തി ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നു. അപ്പം നമ്മൾ തന്നെയാണ് ദേവനും, നമ്മൾ തന്നെയാണ് അസുരനും, നമ്മൾ തന്നെയാണ് മനുഷ്യനും, അല്ലേ? അപ്പം മനുഷ്യൻ ജീവിക്കുന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ദേവന്മാർ ജീവിക്കുന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എന്താവാൻ പാടില്ല? അസുരനാവാൻ പാടില്ല, രാക്ഷസനാവാൻ പാടില്ല. അസുരൻ എന്ന് പറഞ്ഞാൽ സുരനല്ലാത്തതിനെ മുഴുവൻ എന്താ പറയുക? അസുരൻ എന്നാ പറയുക, അല്ലേ? അപ്പൊ സുരഭാവം, ദേവഭാവമാണ് നമ്മളതാ ഉണ്ടാവേണ്ടത്. എന്നാണ് നൈമിഷാരണ്യം. നൈമിഷാരണ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈശ്വര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹോമം നടക്കുന്നുണ്ട്, പൂജ നടക്കുന്നുണ്ട്, ഭാഗവത പ്രഭാഷണം കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടേക്ക് സൂതപൗരാണികൻ കയറി വന്നപ്പോൾ അദ്ദേഹത്തിനെ നന്നായിട്ട് ആദരിച്ച് ഇരുത്തി. എന്നിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പുംസാം ഏകാന്തത ശ്രേയ തന്നശംസിതുമരിഹസി. ഏകാന്തമായിരിക്കുന്ന ശ്രേയസ് എങ്ങനെയാണ് ജീവിതത്തിൽ ഉണ്ടാവുക? കലികാലല്ലേ വരുന്നത്. കലികാലത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അല്പായുസ്സുകളാണ്. ആയുസ് കുറഞ്ഞ ആൾക്കാരാണ് കലികാലത്തുള്ളവർ. അതുകൊണ്ട് അവർക്ക് ഈ ഭഗവാനെ എങ്ങനെയാണ് ആശ്രയിക്കാനായിട്ട് സാധിക്കുക? പരമമായിരിക്കുന്ന ധർമ്മം എന്താണ്, അല്ലേ? ആ ധർമ്മത്തിനെ പറ്റി അന്ന് ഞങ്ങളോട് പറഞ്ഞു തരണേ. അവസാന കാലത്ത് ഏതൊരാളുടെ നാമം ഓർത്തുകൊണ്ടാണ്, ഏതൊരാളുടെ രൂപം ഓർത്തുകൊണ്ടാണ് ഈ ലോകത്തുനിന്ന് യാത്രയായാൽ ആനന്ദം ഉണ്ടാവുക? ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അതിനുള്ള ഉത്തരം പറയാനായിട്ട് പുറപ്പെട്ടു. ഏതൊരു കാര്യവും നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് വേണം? തനിക്ക് അത് ആരാണോ പറഞ്ഞു തന്നത് ആ ഗുരുനാഥനെ നമ്മൾ വീണുതാ നമസ്കരിക്കണം. ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ് ജീവിതത്തിൽ ഐശ്വര്യമായിട്ട് മാറുന്നത് എന്ന് പറയും. ഇപ്പം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഗുരുനാഥൻ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് നമസ്കരിക്കണം. ഇനിയിപ്പോൾ ഗുരുനാഥന്മാരൊക്കെ ഈ ലോകത്തുനിന്ന് യാത്രയായി കഴിഞ്ഞാലും എന്ത് വേണം? അവരെ നമ്മൾ മനസ്സിൽ എല്ലാ സമയത്തും ഓർത്തുകൊണ്ടിരിക്കണം, അവരെ ബഹുമാനിക്കണം. അപ്പോൾ ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ് ജീവിതത്തിൽ നമ്മളുടെ ഐശ്വര്യത്തിന് കാരണമായിട്ട് മാറുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനടക്കം എല്ലാ സമയത്തും തൻ്റെ ഗുരുനാഥനെ നമസ്കരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുനാഥൻ്റെ പേരെന്താണ്? എന്താണ് ഗുരുനാഥൻ്റെ പേര്? സാന്ദീപനി, അല്ലേ? സാന്ദീപനി എന്നാണ് പേര്. സാന്ദീപനി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം, അല്ലേ? അതിലൊരു രണ്ടക്ഷരം കാണും. എന്താണ് സാന്ദീപനി? ദീപം. ദീപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകാശം. പ്രകാശത്തിനെ പ്രദാനം ചെയ്യുന്നയാളെയാണ് ഗുരുനാഥൻ എന്നതാ പറയുന്നത്, അല്ലേ? പ്രകാശത്തിനെ പ്രദാനം ചെയ്യുന്ന ആള് സാന്ദീപനി. നന്നായിട്ട് ദീപത്തിന് പ്രജ്വലിപ്പിക്കുക, അല്ലേ? നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്താ പേര് കിട്ടിയത്? സാന്ദീപനി എന്നുള്ള പേര് തന്നെ കിട്ടുക. അല്ലെങ്കിലും ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അജ്ഞാനധ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ. അജ്ഞാനത്തിനെ ഇല്ലാതാക്കുന്ന ആള്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ആളെയാണ് ഗുരുനാഥൻ എന്ന് പറയുക. ഇരുട്ടിനെ തടഞ്ഞു നിർത്തുന്ന ആളാണ്, അല്ലേ? ഇരുട്ടിനെ, നമ്മളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ തടഞ്ഞു നിർത്തും, എന്നിട്ടോ പ്രകാശത്തിനെ പ്രദാനം ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഗുരുനാഥൻ എന്ന് പറയും. ആ ഗുരുനാഥനെ വീണത നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ സൂതപൗരാണികന്റെ ഗുരുനാഥൻ സാക്ഷാൽ ശ്രീ ശിവബ്രഹ്മർഷിയാണ്. ഇപ്പൊ ശ്രീ ശിവബ്രഹ്മർഷിയുടെ ചരിത്രകഥ വർണ്ണിച്ചു. വേദവ്യാസ മഹർഷിയുടെ പുത്രനായിട്ടാണ് ശ്രീ ശിവബ്രഹ്മർഷി ഈ ലോകത്ത് അവതരിക്കുന്നത്. പുത്രേതി തന്മയതയാ തരവോഭിനേതു. ഉണ്ടായ ഉടനെ തന്നെ കാട്ടിലേക്ക്, ഹിമാലയത്തിലേക്ക് പോയി. പിന്നിൽ നിന്ന് വേദവ്യാസ മഹർഷി പുത്ര എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഈ ശ്രീ ശിവബ്രഹ്മർഷിക്ക് ആരോടും പ്രത്യേകമായിട്ട് താല്പര്യമൊന്നുമില്ല. തനിക്ക് താനും പിന്നെന്താ മറന്നുപോയി, എന്താണ്? പെരയ്ക്ക് തൂണും. അതന്നെ, അല്ലേ? തനിക്ക് താനും പെരയ്ക്ക് എന്താ ഉള്ളത്? തൂണ്, അല്ലേ? തൂണ് പോയി കഴിഞ്ഞാൽ പിന്നെ പെര ഉണ്ടോ ആലോചിച്ചു? ഇല്ല.
അതേപോലെ താഴ്ന്ന് പറയട്ടെ വെച്ചാൽ ഈ ശരീരമുള്ള സമയത്ത് നമ്മൾ എന്ത് വേണം? ഈശ്വരനെ ഉപാസിക്കണം. ശരീരം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാലോ കണ്ണുള്ള സമയത്തേ കാണാൻ പറ്റുള്ളൂ. അപ്പം കണ്ണുള്ള സമയത്ത് ഭഗവാനെ കാണണം, കാതുള്ള സമയത്ത് ഈശ്വര കാര്യങ്ങൾ കേൾക്കണം. ഭഗവാനോട് മാത്രം ബന്ധം, വേറെ ഒരാളോട് ബന്ധമില്ല. എൻ്റെ ഓരോ കർമ്മത്തിനനുസരിച്ച് എനിക്കൊരു ശരീരം ഭഗവാൻ തന്നു. ഈ നല്ല അറിവുള്ള ആളാണ് ശ്രീശൈവ ബ്രഹ്മർഷി. അപ്പോൾ തനിക്ക് ശരീരം കിട്ടിയതിൻ്റെ കാരണക്കാരൻ അച്ഛനല്ല, അമ്മയല്ല, തൻ്റെ ആരുമല്ല. എന്താണ്? തൻ്റെ കർമ്മമാണ് എന്നുള്ള ഭാവമാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അവരോടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. പുത്രേരി തന്മയതയാ, പുത്രാന്ന് അച്ഛൻ വിളിക്കുന്നുണ്ട് വെച്ചാലും ദേഹത ഒരിക്കലും തിരിഞ്ഞതാ നോക്കുന്നില്ല. അങ്ങനെ ഭഗവാനെ ഉപാസിക്കാനായിട്ടതാ പോയ ആ ശ്രീശുദ്രം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്ക് വീണത നമസ്കരിച്ചു. ഗുരുനാഥൻ്റെ അനുഗ്രഹക്കഥ വാങ്ങി, നരനാരായണ മഹർഷീശ്വരന്മാരുടെ അനുഗ്രഹക്കഥ വാങ്ങി വേദവ്യാസ മഹർഷിയെ വീണ് നമസ്കരിച്ചു. കാരണം ഈ ഭാഗവതം രചിച്ചത് വേദവ്യാസ മഹർഷിയാണ്. ഇപ്പം ഗ്രന്ഥകാരനോട് ഒരു നീതി നമ്മൾ എല്ലാ സമയത്തും പുലർത്തണം എന്ന് പറയും അല്ലേ? ഏത് ഗ്രന്ഥമാണോ നമ്മൾ മുന്നിൽ വെച്ചത്, ആ ഗ്രന്ഥം ആരാണോ എഴുതിയത് അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും ഇന്നലെ ബഹുമാനിക്കും. കാരണം ആ ഗ്രന്ഥം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നത് അല്ലെ? ഈ ഗ്രന്ഥം ഇല്ലാച്ചാലോ പറയാൻ പറ്റൂ? ഇപ്പം വേദവ്യാസ മഹർഷി വേദത്തിനെ രസിച്ച ആളാണ്. ഇപ്പം നമ്മൾ ഭാഗവത ഗ്രന്ഥം മുന്നിൽ ഇങ്ങനെ വെച്ച് കഥ പറയാനായിട്ട് പുറപ്പെട്ട സമയത്ത് നമ്മൾ ആരൊക്കെ ബഹുമാനിക്കണം? വേദവ്യാസ മഹർഷിയെ ബഹുമാനിക്കണം. കാരണം വേദവ്യാസ മഹർഷിയാണ് ഭാഗവതം എഴുതിയത്. പിന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെ പേര് കിട്ടാനുള്ള കാരണം തന്നെ വേദത്തിനെ രസിച്ചത് കൊണ്ടാണ്. ഇപ്പം വേദം നന്നായിട്ട് പഠിച്ച ആളാണ്. അപ്പം എന്ത് വേണം? നമ്മൾ വേദത്തിനെ നന്നായിട്ട് ബഹുമാനിക്കണം. കാരണം വേദത്തിലുള്ളതായിരിക്കുന്ന കാര്യമാണ് ഈ പുരാണങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ഏതൊരു ശാസ്ത്രഗ്രന്ഥമാണോ കൈകാര്യം ചെയ്യുന്നത്, ആ ശാസ്ത്രഗ്രന്ഥം എവിടെ നിന്നാണോ ഉണ്ടായത് അല്ലേ, അതിൻ്റെ മൂല കാരണം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുള്ള കാര്യത്തിനെയാണ് നമ്മളതാ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഭാഗവത പ്രഭാഷണമൊക്കെ നടത്തുന്ന സമയത്ത് എന്ത് വേണം? ഭാഗവതത്തിൽ എന്തേ നമ്മൾ പറയാൻ പാടുള്ളൂ, പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ? ഉപനിഷത്തുകൾ പറഞ്ഞു കൊടുക്കാം, അതേപോലെ ശാസ്ത്രങ്ങളൊക്കെ അതാ പറഞ്ഞു കൊടുക്കാം അല്ലേ? വേദത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതാ പറഞ്ഞു കൊടുക്കാം. കാരണം വേദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരാണം, ഉപനിഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരാണം പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ പുരാണങ്ങളിൽ നിന്നും താഴ്ന്നതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇഹലോക കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനായിട്ട് പാടില്ല. അതാണ് ഭാഗവതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? സാധാരണ ഉദാഹരണങ്ങൾ ഒരിക്കലും ഈശ്വരനോട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നേരെയാവുന്നതല്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് വേണം, വേദത്തിൽ പറഞ്ഞതിനെ പറയാം, ഉപനിഷത്തുകളെ നമുക്ക് ഉദാഹരണമായിട്ടതാ പറയാനായിട്ടതാ പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെ ആ വേദവ്യാസ മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ശ്രീശൈവ ബ്രഹ്മർഷിയാണ് ഭാഗവതം നമുക്കതാ പറഞ്ഞു തരുന്നത്. നല്ലതായിരിക്കുന്ന വാക്ക് നാവിലൂടെ വരാൻ വേണ്ടി സരസ്വതി ദേവിയെ വീണതാ നമസ്കരിച്ച് ജയം ഉദീരയേത്, ജയത്തിനെ പറയാനായിട്ട് ഇതാ പറഞ്ഞു. ജയം എന്ന് പറഞ്ഞാൽ 18 എന്നർത്ഥം. നമ്മൾ രാവിലെ പറഞ്ഞു എങ്ങനെയാണ് അക്കത്തിനെ അക്ഷരാക്കുക, അക്ഷരത്തിനെ എങ്ങനെയാണ് ഇത് അക്കാക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ജയം എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ 18 എന്ന അർത്ഥം. ഒരു 18ാമത്തെ പുരാണമായിരിക്കുന്ന ഭാഗവതത്തിനെ വർണ്ണിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. ഇവിടെ അവസാനത്തെ ചോദ്യം ധർമ്മം കം ശരണം ഗത, പരമമായിരിക്കുന്ന ധർമ്മം ആരെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ ഈ ലോകത്ത് ഇങ്ങനെ ശരീരം എടുത്ത് നടക്കുന്ന സമയത്ത് എന്താ ധർമ്മം എന്ന് അറിയണമെന്ന് വെച്ചാൽ ഭഗവാനെ നോക്കിയാൽ മതി. പക്ഷെ ഭഗവാൻ ശരീരത്തിനെ മാറ്റിക്കഴിഞ്ഞു, പിന്നെ ധർമ്മം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ആ ധർമ്മം ആരെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പം എന്താണ് ധർമ്മം എന്നുള്ളത് ആദ്യം പറഞ്ഞു കൊടുക്കണം. എന്താണ് പരമമായിരിക്കുന്ന ധർമ്മം? സവൈ പുംസാംപരോ ധർമ്മോ യഥോ ഭക്തി അധോക്ഷജേ, അധോക്ഷജനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളിൽ അഹൈതുകിയായിരിക്കുന്ന ഭക്തി ഉണ്ടാവുക. ഒരു കാരണമില്ലാതെ ഈശ്വരനെ അങ്ങനെ ഉപാസിക്കും. അതിനാണ് ഭക്തി എന്നതാ പറയുക. കാരണമില്ലാതെ ഈശ്വരനെ ഉപാസിക്കാൻ സാധിക്കണം. നമ്മളൊക്കെ ഭഗവാനെ എങ്ങനെയാണ് ഉപാസിക്കുന്നത്? ഓരോ കാരണം കൊണ്ടാണ് ഭഗവാനെ ഉപാസിക്കുന്നത് അല്ലേ? ഓരോ ആൾക്കാരും ഓരോ ആഗ്രഹങ്ങൾ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ വന്നതാ പറയും, വീടുണ്ടായി കേട്ടോ ഭഗവാൻ, വീടുണ്ടായി. ഈ വീടുള്ള ആൾക്കാരുടെ സ്ഥിതി ആലോചിച്ചു, 2 റൂം കൂടി ആയാൽ നന്നായിരുന്നു ഭഗവാന്, 2 റൂം കൂടി ആയാൽ നന്നായിരുന്നു ഭഗവാന്. AC ഇല്ല കേട്ടോ, ആരും കണ്ടില്ല. AC വെക്കുള്ളൂ. ഇപ്പോൾ വീട്ടിലൊക്കെ എന്തൊരു ചൂടാ, AC ഇല്ല കേട്ടോ, AC ഇല്ല കേട്ടോ. എനിക്കും ഒരു AC ഉണ്ടായാൽ തരക്കടില്ലായിരുന്നു ഭഗവാനല്ലേ.
എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഭഗവാന്റെ മുന്നിൽ അല്ലേ? ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഭഗവാന്റെ മുന്നിൽ ഇതാ വരുന്നത് അല്ലേ? അപ്പൊ കാരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഭഗവാനെ ഉപാസിക്കുന്നത് വെച്ചാൽ കാരണം കഴിഞ്ഞാലോ പിന്നെ അവര് ഈശ്വരനെ ഉപാസിക്കില്ല. ഇപ്പോൾ നമ്മൾ ഭഗവാനെ ഉപാസിക്കാൻ ഒരു കാരണമാണ്. ഇപ്പം നമ്മൾ ഭഗവാനെ ഉപാസിക്കാനുള്ള കാരണം ഇപ്പം രാവിലെ നേരത്തെ നയിക്കണോ, കുളിക്കണോ, നല്ല വസ്ത്രമൊക്കെ അതാ എടുത്തുകൊടുത്ത് അമ്പലത്തിൽ അതാ എത്തിച്ചേർന്നു. ഇപ്പം എന്താ കാരണം ഭഗവാനെ ഉപാസിക്കാനുള്ള കാരണം? നമ്മുടെ സപ്താഹം ഉണ്ട്. അത് തന്നെ സപ്താഹം കഴിഞ്ഞാലോ പറയാതിരിക്കുകയാണ് ഏതും ഭഗവാൻ. സപ്താഹത്തിനൊക്കെ എന്താ അതെടുക്കുന്ന വിചാരിക്കുക. ഇതങ്ങോട്ട് കഴിഞ്ഞുണ്ട് വെച്ചാൽ പിന്നെ തഥൈവ പണ്ടത്തെ പോലെ തന്നെയായിട്ട് മാറും. അപ്പോൾ കാരണം കഴിഞ്ഞാലും ഭഗവാനെ ഉപാസിക്കണം വെച്ചാൽ എന്ത് വേണം? കാരണം കൊണ്ട് ഉപാസിക്കാൻ പാടില്ല. എൻ്റെ ഈശ്വരനെ ഉപാസിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ് അല്ലേ? എൻ്റെ ധർമ്മമാണ്. ഭഗവാൻ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഭഗവാൻ ശരീരത്തിനെ തന്നത് എന്നുള്ള ബോധം നമുക്കിതാ ഉണ്ടാവണം. അതാണ് അഹേതുകി, ഹേതുവില്ലാതെ അപ്രതിഹത. അപ്രതിഹത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? തടസ്സമില്ലാതെ ഈശ്വരനെ ഉപാസിക്കുക അല്ലേ? എന്തെങ്കിലും തടസ്സം വന്ന് കഴിഞ്ഞിട്ട് വെച്ചാലോ ഈശ്വരനെ ഉപാസിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ കാല് വെച്ച് കുത്തി ഇത്ര കല്ലിൻ്റെ കണ്ടില്ലേ? ഇന്ന് പോകണ്ട അമ്പലത്തേക്ക് ലക്ഷണം കാണിച്ചു തരുന്നത് കണ്ടില്ലേ? നല്ല ലക്ഷണമല്ലേ? എന്തെങ്കിലും കാരണങ്ങൾ നമ്മൾ ഇങ്ങനെ ഇതാ കണ്ടുപിടിക്കും അല്ലേ? ഭഗവാൻ ഉപാസിക്കാതിരിക്കാനാ കാരണം കണ്ടുപിടിക്കുക. ഉപാസിക്കാൻ കാരണം കണ്ടുപിടിക്കില്ല അല്ലേ? കണ്ടില്ലേ എന്ന് പക്ഷി ചലിച്ചു ഒന്ന് നാമം ജപിക്കേണ്ട ദിവസമാണ് ആരെങ്കിലും പറയാറുണ്ടോ അല്ലേ? കാലം കൂടി വെള്ളിയാഴ്ച ഇന്ന് രാവിലെ എന്തോ അപകടം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങോട്ടും പോകണ്ടാട്ടോ അല്ലേ? ഇന്ന് ഇവിടെ തന്നെ ഇരിക്കാം. അങ്ങനെ ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് ഉപാസിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണേ നമ്മൾ ഇതാക്കണം. അപ്രതിഹത. അതുകൊണ്ട് എന്ത് വേണം? തടസ്സമില്ലാതെ ഈശ്വരനെ ഉപാസിക്കാനായിട്ട് ഇതാ സാധിക്കണം. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തി അധോക്ഷജേ അഹേതുക്യപ്രതിഹത യയാത്മാ സംപ്രസീദതി. അപ്പോഴാണ് ഭഗവാനതാ നമ്മളതാ സന്തോഷിക്കുന്നത്. ഈശ്വരനെ ഉപാസിക്കുന്ന ലക്ഷ്യം. രാവിലെ നേരത്തെ കണ്ട് എണീറ്റാ തുടങ്ങുന്ന ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്ന സമയത്തും ഇങ്ങനെ നാമം ഇങ്ങനെ ജപിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് പിന്നെ നമ്മൾ അറിയില്ല. ആദ്യമൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കും നാമം ജപിക്കുക. പിന്നെ കുറച്ചങ്ങനെ കഴിഞ്ഞാലും കർമ്മത്തിനെ നമ്മൾ ഇതാ മറക്കും. എന്ത് കർമ്മം ചെയ്യണമെന്ന് നമ്മളിതാ മറന്നു. പിന്നെ ഇങ്ങനെ നാമം ജപിച്ച് അല്ലേ? അതാണ് ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഈശ്വരനെ ഉപാസിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ഭഗവാൻ എന്ത് കർമ്മം നമ്മൾ ചെയ്യണമെന്ന് ഭഗവാൻ നോക്കണില്ല. കർമ്മത്തിനെ ഭഗവാൻ ഇതാ മറക്കണം അല്ലേ? എന്ത് കർമ്മം ചെയ്ത് കഴിഞ്ഞാലും അത് നന്നായിട്ടേ വരുള്ളൂ. എന്താണ് ഉദ്ദേശം? എന്താണ്? ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാവണേ. ശബരിയുടെ ഒക്കെ കഥ കേട്ടല്ലേ അല്ലേ? ശബരി ഓരോ ദിവസവും ഇങ്ങനെ കാട്ടിൽ പോയിട്ട് മാങ്ങ എടുത്തുകൊണ്ട് അത്രേ പഴം ഇങ്ങനെ ഓരോന്നും കൊണ്ട്. എന്നിട്ടോ രാമചന്ദ്ര പ്രഭു തൻ്റെ ഗൃഹത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ആ ഭഗവാന് നല്ല മധുരമുള്ള പഴം കൊടുക്കണം കേട്ടോ. മധുരമുള്ള മാങ്ങ തന്നെ കൊടുക്കണം. നല്ല മധുരമുള്ളത് ഇപ്പം എങ്ങനെയാ അറിയാം? ഇതിൻ്റെ നിറം കണ്ടാൽ മനസ്സിലാവില്ല. അപ്പം എന്ത് വേണം? അത് കടിച്ചു വെക്കണം അല്ലേ? ഈ സ്ത്രീ എന്ത് ചെയ്തു? ഓരോ മാമ്പഴം കൊടുത്ത് ഇങ്ങനെ കടിച്ച് വെക്കൂത്രേ. എന്നിട്ട് ഏറ്റവും മധുരമുള്ളത് മാത്രം മാറ്റി വയ്ക്കും. മധുരമുള്ള മാങ്ങയൊക്കെ ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ കടിച്ചു വെക്കും ഇത്രേ അത് അല്ലേ? എന്നിട്ട് അത് ഇങ്ങനെ മാറ്റി വയ്ക്കും. ഇതിൽ ഏറ്റവും മധുരമുള്ളത് ഭഗവാൻ രാമചന്ദ്ര പ്രഭുവിന് കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ എന്ത് നോക്കിയില്ല? ഇത് കടിച്ചതാണോ നോക്കിയില്ല. അതാണ് നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ഭഗവാൻ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മത്തിനെ മറക്കുന്നു. ഏത് കർമ്മമെന്ന് ഭഗവാൻ ഇതാ നോക്കില്ല. അതാണ് ഭക്തിയുടെ പ്രത്യേകത അല്ലേ? ഭക്തിയുടെ പ്രത്യേകത ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മനസ്സ് ശുദ്ധാണോ എന്ന് മാത്രമേ ഭഗവാൻ ഇതാണ്. എന്ത് ഭഗവാന് കൊടുക്കാനാണ് അല്ലേ? അങ്ങനെ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമായി. എന്ത് വേണം? അത് അങ്ങനെ ആവണം അല്ലേ? നമ്മളിങ്ങനെ പറയാനൊക്കെ കേമാർ അങ്ങനെ തന്നെയാണ്. ഭക്തിയോട് കൂടിയാണ് ചെയ്താൽ മതി കേട്ടോ. എവിടെ ഭക്തി ഉണ്ടാവണം ആദ്യം അല്ലേ? ഭക്തി ഉണ്ടായി കഴിഞ്ഞാലേ ഭഗവാൻ അതാ സ്വീകരിക്കുള്ളൂ. ഭക്തി ഇല്ലാതെ അങ്ങനെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല അല്ലേ? അങ്ങനെ ആ കർമ്മത്തിനെ ഭഗവാൻ അതാ മറക്കണു. അഹൈരുക്യവ്യവഹിത. ഇങ്ങനെ കർമ്മത്തിനെ മറക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഭക്തിയാണ്. ഭക്തിയോട് കൂടിയിട്ട് ഭഗവാൻ എന്താ ഉപാസിക്കും. ചെയ്യുന്നതായിരിക്കുന്ന കർമ്മമൊക്കെ ഈശ്വരനോട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാമസ്യത ഇന്ദ്രിയപ്രീതി ലാഭോ ജീവേതയാവത. എത്രത്തോളം കാലം ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനല്ല പ്രാധാന്യം.
എത്രത്തോളം ഭഗവാനെ ഉപാസിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം. എത്രത്തോളം നാമം ജപിച്ചു. രാവിലെ ആയിട്ട് ഇപ്പം എത്ര സമയമായി ആലോചിച്ച് നോക്കൂലെ? 11, 12 ആവാറായി. ഇത്ര നാമം ജപിച്ചുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒന്നും ജപിച്ചില്ല. അത് ഇവിടെ എന്തുണ്ടായി? ഇപ്പോഴും എഴുന്നേൽക്കാതെ എത്ര ആൾക്കാരുണ്ട് വീട്ടിൽ കടന്നുറങ്ങണ അല്ലേ? എത്ര ആൾക്കാരുണ്ട്? ഇങ്ങനെ ഒരു ദിവസം പേപ്പറിൽ ഒരു പ്രത്യേക കോളമുണ്ട് അല്ലേ? ഏതാ ചരമ കോളം. ആ കോളത്തിൽ പേപ്പർ ഫോട്ടോ അന്ന് കഴിഞ്ഞാൽ മരിച്ചു. ഓ മഹാഭാഗ്യം, അയാൾ പോയല്ലോ ഇവിടുന്ന് വിചാരിക്കും പല ആൾക്കാരും അല്ലേ? ഇങ്ങനെ ഈശ്വര കാര്യങ്ങളൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ ആളുകളിതാ ഇവിടുന്ന് യാത്രയാവണം. അതുകൊണ്ട് എത്രത്തോളം കാലം ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനല്ല പ്രാധാന്യം. കിട്ടിയതായിരിക്കുന്ന സമയത്തിനെ ഈശ്വരനെ ഉപാസിക്കാൻ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ടോ? എന്നാൽ അവരുടെ ജീവിതം ലാഭമായിട്ടതാ മാറി. കാമസ്യന ഇന്ദ്രിയ പ്രീതി ലാഭോ ജീവേദയാവതാം. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനാവരുത് നമ്മളുടെ ജീവിതം. എത്ര ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്? കുറേ ഇന്ദ്രിയം ഉണ്ട്. കണ്ണൊരു ഇന്ദ്രിയമാണ്. കണ്ണോണ്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും? അതും എൻ്റെ വീട്ടിലുണ്ടാവണേ ഭഗവാൻ, അതുകൊണ്ട് എൻ്റെ വീട്ടിലായ അത്ര നന്നായിരുന്നു അല്ലേ? അതും എൻ്റെ വീട്ടിലായ അത്ര നന്നായിരുന്നു ഭഗവാൻ, അതും എൻ്റെ വീട്ടിൽ, അതും എൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കണല്ലേ. ചെറിയ വീടാ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാരെ വീട്ടിലേക്കൊക്കെ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വെച്ചാൽ എൻ്റെ ഭഗവാൻ ലോകത്തുള്ള സകല സാധനവും അവരുടെ വീട്ടിലുണ്ടാവൂലേ. ലോകത്ത് എന്തൊക്കെ കിട്ടാണ്ടോ അതൊക്കെ വാങ്ങി എന്നാൽ അതൊക്കെ അവർ ഉപയോഗിക്കുമോ? ആലോചിച്ച് നോക്കൂലേ? എവിടെ ഉപയോഗിക്കണു? ഒരു ദിവസം ഇവിടുന്ന് വായ പൊളിച്ചു, പിന്നെ കഴിഞ്ഞു കഥ. ഒന്നും ഉപയോഗിക്കാൻ സാധിക്കണില്ല അല്ലേ? കണ്ണുകൊണ്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, കാതുകൊണ്ട് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് തൻ്റേതാവണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സമയം ജീവിതത്തിൽ നിന്ന് പോണത് ആരും ഇത് ആലോചിക്കുന്നില്ല. ഇത്തമോരൊന്നു ചിന്തിച്ചിരിക്കുമ്പോൾ ബാക്കി ഞാൻ ചെല്ലില്ല. എല്ലാവർക്കും അറിയാലേ, ചത്തുപോകുന്നു പാവം ശിവ ശിവ, അതുൻ്റേതാവണേ. അങ്ങനെ ഒരാൾ വിദേശത്ത് പോയി. വിദേശത്ത് പോയിട്ട് ഒരാൾ ചോദിച്ചു, അല്ല നിങ്ങൾ എത്ര കാലമായി ഇങ്ങോട്ട് വന്നിട്ട്? കല്യാണം കഴിഞ്ഞതിൻ്റെ വ്യത്യാസം പോന്നതാകും. ഇപ്പം എത്ര വയസ്സായി? 95 വയസ്സായി. ഭാര്യ എവിടെയാ? ഭാര്യ വീട്ടിൽ തന്നെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയില്ലേ? ഞാൻ പോയില്ല, ഇവിടെ തന്നെയാണ്. ഇപ്പം എത്ര വയസ്സായി? 95 വയസ്സായി. അല്ല എന്തേ ഇപ്പം ഇങ്ങോട്ട് പോരാൻ കാരണം? ചോദിച്ചാൽ എൻ്റെ വീട് അവിടെ തൃശ്ശൂരിൽ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയി ആ വലിയൊരു ഹൈവേ ഒക്കെ ഇല്ലേ, അതുകൂടി അതിന് അങ്ങനെ പോയി കഴിഞ്ഞാൽ നെല്ലായി എന്ന് പറഞ്ഞത് അങ്ങോട്ട് തിരിഞ്ഞാൽ അതിൽ കൂടെ പോയി അവിടെ ഒരു മുല്ലോർലി വിഷ്ണു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് എൻ്റെ വീട്. അല്ല പോരാൻ കാരണം എന്താ? അത് പറയും. അതെന്താ ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഭാര്യ എന്നോട് പറഞ്ഞു, നമ്മളെ വീടിൻ്റെ നേരെ മുന്നേ ഒരു 10 സെൻറ്റ് സ്ഥലമില്ലേ മനുഷ്യ, അത് കിട്ടിയാൽ തിരക്കടില്ല. പറഞ്ഞു എനിക്ക് വാങ്ങണം എന്നാഗ്രഹം. പിന്നെ ഭാര്യ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റും. പിറ്റേ ദിവസം അവിടുന്ന് പോകുന്ന ആ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം എത്ര വയസ്സായി? 95 വയസ്സായി. ആ സ്ഥലത്തിന് എത്ര ഉറുപ്പ്യ കൊടുക്കണം? ഏകദേശം ഒരു 15 ലക്ഷം ഉറുപ്പ്യൊക്കെ കൊടുത്താൽ ചിലപ്പോൾ കിട്ടും തോന്നുന്നുണ്ട്. പിന്നെ ഒരു 5000 ഉറുപ്പ്യം കൂടി അങ്ങോട്ട് ആയ അപ്പം ഞാൻ ഇവിടുന്ന് ഇതാ ഫ്ലൈറ്റ് കയറി നേരെ അങ്കമാലി ഇറങ്ങി. പിന്നെ സ്ഥലം വാങ്ങി. അന്ന് വൈകുന്നേരം ഇയാൾ വായ പൊളിച്ചു, പിന്നെ വായ അടച്ചില്ല, കഴിഞ്ഞോ കഥ. അതെ അല്ലേ? കാമസ്യ എന്നാ ഇന്ദ്രിയപ്രീതി. ഈ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തണം എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ അറിയണില്ല? ഓരോ ദിവസവും നമ്മളെന്ന് ഇങ്ങനെ യാത്രയാവണത് അത് അറിയണില്ല. തലമുടിയുടെ നിറം മാറുന്നത് അറിയണില്ല. കാത് കേൾക്കാതെ ആവണത് അറിയണില്ല. പല്ല് പോണത് നമ്മളിതാ അറിയണില്ല. ഇത് പഴയ പോലെ ആയിട്ട് മാറുക അല്ലേ? ജനിച്ച ഉടനെ പോലെ ആയിട്ട് മാറുമെന്ന് പറയും. ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ മലന്ന് കിടക്കും, പിന്നെ കന്ന് കിടക്കും, പിന്നെ മുട്ടുകൊത്തി നടക്കും അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ പിച്ച വെച്ച് നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നടത്തത്തിൻ്റെ വേഗത എങ്ങനെ കൂടും. പിന്നെ എന്തോ ഒരു ഓട്ടാന്നറിയുന്നു. അങ്ങനെ ഓടി കുറച്ചാണ് കഴിഞ്ഞാൽ കാല് വേദന, മുട്ടുവേദന, വയ്യാട്ടോ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. പിന്നെ അങ്ങനെ മലന്ന് കിടന്ന് കമന്ന് കിടക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കമന്ന് കിടക്കാൻ വയ്യ എന്നുള്ള സ്ഥിതിയായി അല്ലേ? പിന്നെ മലന്ന് മാത്രം നടന്ന് പുനരഭിചരണം. ഈ ചാക്രികമായിരിക്കുന്ന പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന മാറ്റം എന്നും ഈ ശരീരം ഇങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കുമോ? ആലോചിച്ചു. എന്നും കണ്ടു കാണുന്ന അവസ്ഥയാണോ? എന്നും മുഖുകൊണ്ട് നല്ലതിനെ കാണിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ നമുക്കിതാ ഉള്ളത്? എന്നും ഈ ലോകത്തിതാ ഓടി നടക്കാനായിട്ടിതാ സാധിക്കുമോ? വെറുതെ വിചാരിക്കുക. അതുകൊണ്ട് പറ്റുന്ന സമയത്ത് എന്ത് വേണം? നല്ല ദേഹമുള്ള സമയത്ത് ഈശ്വരനെ ഇതാ ഉപാസിക്കൂ, ഭഗവാനെതാ ഉപാസിക്കൂ. സമയം ഒരിക്കലും ഇതാ കാത്തിരിക്കില്ല. കഴിഞ്ഞതായിരിക്കുന്ന സമയം ഒരിക്കലും ഇതാ തിരിച്ചു കിട്ടില്ല. കാമസ്യ ഇന്ദ്രിയ പ്രീതി
ലാഭോ ജീവേതയാവത. എത്രത്തോളം കാലം ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനെല്ലാം പ്രാധാന്യം. എത്രത്തോളം ഭഗവാനെ ഉപാസിക്കാൻ സാധിക്കുന്നുണ്ട്, ഈശ്വര കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിന് തന്നെയാണ് പ്രാധാന്യം. ഭഗവാനെ ഉപാസിക്കും. ഒരു നിമിഷം പോലും വെറുതെ കളയാനായിട്ട് പാടില്ല. ഒരു നിമിഷം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ ഉപാസിക്കണം, ഭഗവത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് ജീവിതത്തിൽ ലാഭമായിട്ടുള്ളത്. ഇങ്ങനെ ആ പരമമായിരിക്കുന്ന ധർമ്മത്തിനെ പറ്റിയിട്ട് വർണ്ണിച്ചു. പിന്നീടാണ് ഭാഗവതം രചിച്ചത്. ഇവിടെ സൂതപൗരാണികൻ ശൗനകാദി മഹർഷീശ്വരന്മാർക്ക് കഥ പറയാനായിട്ട് എത്തിച്ചേർന്നപ്പോൾ ശൗനകൻ തുടങ്ങിയതായ ആളുകൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് സൂതനെ എങ്ങനെ അനുഗ്രഹിക്കാൻ പുറപ്പെട്ടു. അത്ര ആരെ അനുഗ്രഹിക്കണമെന്നുള്ളത് ആലോചിക്കണം. ആരാ അനുഗ്രഹിക്കുന്നത്? കഥ കേൾക്കാൻ വന്നതായിരിക്കുന്ന ആളുകൾ കഥ പറയാനായിട്ട് വന്ന് ആ സൂത പൗരാണികനെ അനുഗ്രഹിച്ചു. സൂത മഹാഭാഗ വദനോവദംബര കഥാം ഭാഗവതിം പുണ്യം യദാഹ ഭഗവാൻ ശുക. ഹേ സൂത, അങ്ങ് നല്ല പുണ്യം ചെയ്ത ആളാണ്. അങ്ങ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഈശ്വര കാര്യത്തിലേക്ക് ഒരു താല്പര്യം വന്നല്ലേ അല്ലേ? ഭഗവത് കാര്യത്തിലേക്ക് താല്പര്യം വരണം എന്ന് വെച്ചാൽ അത്ര പെട്ടെന്ന് കിട്ടില്ല. ജന്മാന്തരേ കൃതേ പുണ്യം തഥാ ഭാഗവതം ലഭേ എന്ന് പറയും. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തതായിരിക്കുന്ന പുണ്യം കൊണ്ട് മാത്രമേ ഒരു ജീവാത്മാവിന് ഈശ്വര കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഭാഗവതം പഠിക്കണമെന്നോ സപ്താഹ ഇന്ന് നടക്കുന്ന വെച്ചാൽ അവിടെ കുറച്ചു നേരം വന്നിരിക്കണമെന്നോ ഒക്കെ തോന്നുന്നുണ്ട് വെച്ചാൽ അതിൻ്റെ കാരണം എന്താണ്? ജന്മാന്തരേ കൃതേ പുണ്യം, ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തതായിരിക്കുന്ന പുണ്യമാണ്. ആ പുണ്യമുള്ളതായിരിക്കുന്ന ജീവാത്മാക്കൾക്ക് മാത്രമേ ഈശ്വര കാര്യത്തിൽ മുന്നിലിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങ് പുണ്യം ചെയ്തതായിരിക്കുന്ന ആളാണ്. പരീക്ഷിത്ത് മഹാരാജാവിന് ഒരു ശാപം വന്നു എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് മുന്നിൽ 7 ദിവസം ഇരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശ്രീശുഖ ബ്രഹ്മർഷി എങ്ങനെയുള്ള ആളാണ്? ഗോദോഹന മാത്രം ഹി, ഒരു പശുവിനെ കറക്കുന്ന സമയം മാത്രമേ അയാൾ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളെ എന്തുകൊണ്ടാണ് 7 ദിവസം ഒരു സ്ഥലത്ത് ഇതായിരുന്നത് അല്ലേ? ആ കഥയൊന്ന് കേട്ടാ തിരക്കടില്ല പറഞ്ഞു അത്രേ. അപ്പൊ ഈ ഗോദോഹനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പശുവിനെ കറക്കുന്ന സമയം. ഒരു പശുവിനെ കറക്കാൻ കുറച്ച് സമയമേ വേണ്ടു ആലോചിച്ചു. ഇപ്പോഴത്തെ പശുവിൻ്റെ സ്ഥിതി അല്ല കേട്ടോ, പണ്ടത്തെ പശു. ഇപ്പം പിന്നെ എത്ര നേരം കറക്കണം എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കും. എന്നിട്ട് അതിനനുസരിച്ച് ആ ഭക്ഷണമൊക്കെ കൊടുക്കുക അല്ലേ? അപ്പോൾ ഒരു പശുവിനെ കറക്കണ സമയം എന്ന് പറഞ്ഞാൽ അകപ്പാടെ കുറച്ച് സമയമേ വേണ്ടു. ആ സമയം മാത്രം ഒരു സ്ഥലത്ത് ഇരിക്കുന്നയാളാണ് ശ്രീശുഖ ബ്രഹ്മർഷി. എന്നാൽ ശരിക്കും ഗോദോഹനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പശുവിനെയൊക്കെ നോക്കുന്ന ആളുകളൊക്കെ അറിയാം. ആ പശുക്കുട്ടി പശുവിൻ്റെ അകിടിൽ നിന്ന് പാലെങ്ങനെ കുടിക്കുന്ന സമയത്ത് എപ്പോഴേ കള്ളപ്പശു പാല് ഇറക്കി കൊടുക്കുള്ളൂ. എപ്പോഴാ ഇറക്കി കൊടുക്കുക അല്ലേ? തൻ്റെ പശുക്കുട്ടിയുടെ വായയിലുള്ള പാല് ആ പശുക്കുട്ടി അങ്ങോട്ട് കുടിച്ചു എന്ന് ഉറപ്പായാലേ, വായയിൽ പാലില്ല എന്ന് മനസ്സിലായാലേ പശു എന്ത് ചെയ്യുള്ളൂ? പാലിതാ ചെറുത്തി കൊടുക്കുള്ളൂ അല്ലേ? ഇപ്പം ഗോദോഹനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? പശുവിനെ കറക്കുന്ന സമയം എന്നല്ല അർത്ഥം. ഗോദോഹനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആചാര്യൻ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ മുന്നിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പാവുന്നത് വരെ നടത്തും. അഹം ബ്രഹ്മാസ്മി എന്ന് ആ ബോധത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ, തൻ്റെ മുന്നിലുള്ളതായിരിക്കുന്ന ആ ശിഷ്യനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് വരെ ആരവിടെ ഇരുന്നു? ആ ശ്രീശുഖ അവിടെ ഇരുന്നു. അതാണ് ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അപേക്ഷതേ മഹാഭാഗ ചക്രവർത്തി. മഹാഭാഗ ചക്രവർത്തിയാണ് പരീക്ഷിത്ത് മഹാരാജാവ്. ലോകം മുഴുവനും ഭരിക്കുന്നതായ ചക്രവർത്തിയായിരിക്കുന്ന ഈ പരീക്ഷിത്ത് മഹാരാജാവ് എന്തുകൊണ്ടാണ് തൻ്റെ എല്ലാവിധ സുഖസൗകര്യത്തിനെയും ഉപേക്ഷിച്ച് ഇവിടെ ആ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നത് അല്ലേ? ചക്രവർത്തി എന്ന് പറഞ്ഞാലോ രാജാക്കന്മാരെ ഭരിക്കുന്ന രാജാവിനെയാണ് ചക്രവർത്തി എന്ന് പറയുന്നത്. അത്രയധികം സുഖസൗകര്യം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു പദവി വേറല്ല. ആ പദവിയെ ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം അവിടുന്ന് യാത്രയാവണമെന്നുണ്ടെങ്കിലോ ആലോചിച്ച് നോക്കൂ. ഒരാളുടെ ജീവിതത്തിൽ എത്ര വലിയ സുഖമുള്ളൂ അല്ലേ? എത്ര വലിയ സുഖമുള്ളൂ? മരിക്കുന്ന അങ്ങോട്ട് മനസ്സിലാവുന്നത് വരെയുള്ളൂ അല്ലേ? മരണത്തിന് അങ്ങോട്ട് ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര വലിയ വീടായിട്ടും കാര്യമില്ല, എത്ര നല്ല ശരീരമായിട്ടും കാര്യമില്ല അല്ലേ? എത്ര നല്ല ശരീരമാണെന്ന് വെച്ചാലും എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് അങ്ങോട്ട് മനസ്സിലായാൽ പിന്നെ എവിടെ സന്തോഷം? ജീവിതത്തിലും ഒരു സന്തോഷമില്ല. നാളെ ഇവിടുത്തെ അങ്ങോട്ട് യാത്രയാവേണ്ടവരാണ് എന്ന് മനസ്സിലായാൽ പിന്നെ അവരാരെ ആലോചിക്കുള്ളൂ? ഭഗവാനെ മാത്രമേ ആലോചിക്കുള്ളൂ അല്ലേ? ഈശ്വരനെ മാത്രമേ ആലോചിക്കുള്ളൂ. ഒരു നിമിഷം ഉണ്ടെച്ചാൽ ആ നിമിഷം കൂടി ഭഗവത് കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കണേ. ആണ് ചക്രവർത്തിയായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് ഇപ്പോൾ ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേർന്നു.
അതിന് പരീക്ഷിത മഹാരാജാവിന് കിട്ടിയ ആ ശാപത്തിൻ്റെ കഥയൊക്കെ ഒന്ന് വിസ്തരിച്ച് ഇതാ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. ആ കഥകളാണ് ഇനി നമുക്കിതാ വർണ്ണിക്കാനുള്ളത്. ഇപ്പോൾ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്ന സമയമാണ്. ഇപ്പം കീർത്തനമൊക്കെ പാടുമ്പോൾ നമ്മൾ എന്ത് വേണം? ഭഗവാനോട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാനെ ഉണ്ണൂ ഗുരുവായൂരപ്പ ഭഗവാനെ, ഉണ്ണോ ഗുരുവായൂരപ്പ കൃഷ്ണ. ഭഗവാനെ ഞങ്ങൾ തരുന്നതായിരിക്കുന്ന നിവേദ്യം അങ്ങ് സ്വീകരിക്കണേ, ഭഗവാനെ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്കും ആ ഉണ്ണിക്കണ്ണന് നിവേദ്യം സമർപ്പിക്കാം. എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കുഞ്ഞിശീലം വിട്ടു ഭിക്ഷ വച്ചു, കുഞ്ഞിക്കണ്ണൻ വന്നു മാമുണ്ണണേ. കുഞ്ഞിക്കിണ്ണം തന്നിൽ വെണ്ണ കൂട്ടി, കുഞ്ഞിയൂരുള ഉരുട്ടിത്തരാം. കുണ്ടലങ്ങത്തിൽ മിന്നിടുവാൻ കണ്ടമടികൾക്കു മാറ്റുകൂട്ടാൻ, ഉണ്ണിക്കു വയ്യു മുളച്ചിടുവാൻ കണ്ണാകനിഞ്ഞൊന്നു മാമുണ്ണനേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. തുമ്പിക്കു കുത്തു കുറഞ്ഞിടുവാൻ, അമ്പലം വച്ചപ്പം വാട്ടിടുവാൻ, അമ്പിളിയമ്മാവൻ വന്നിടുവാൻ, ഇമ്പം കലർന്നപ്പു മാമുണ്ണനേ. പപ്പടം ഉപ്പേരി ഇഞ്ചിത്തൈരും, അപ്പവും മാങ്ങയും ശർക്കരയും, അല്പവും പാത്രത്തിൽ വച്ചിടാതെ അപ്പൂവിനെല്ലാം വിളമ്പിത്തരാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അന്നാമിന്നാത്ത പിറന്നാളല്ലേ, കണ്ണേഴൂനിച്ചു ഞാൻ മാമു നൽകാം. കണ്ണട ധാരാളം കയ്യിലേകാം, കിണ്ണം വന്നുണ്ണനെ കണ്ണനുണ്ണി. ഭക്തിയോടെന്റെ അടുക്കലായി ശക്തി പോലെല്ലാം വിളമ്പി വച്ചു. ഭക്തപ്രിയനെ വിളിച്ചു ഞാനും, മുട്ടിച്ചു പ്രാർത്ഥിച്ചു താഴ്മയായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇഞ്ചിയിലും നാദം ഞാൻ കേട്ടിടുന്നു, നന്ദയൻ കണ്ണനാഞ്ഞിടുന്നു. കൊഞ്ചിക്കുഴഞ്ഞെന്നെ നോക്കിയിടുന്നു, തഞ്ചത്തിൽ കൈകളെ നീട്ടിയിടുന്നു. പിഞ്ചുവാലം തന്നിലേക്ക്, പിഞ്ചുവാലം കരം തന്നിലേക്ക്, അഞ്ചാതെ കുഞ്ഞിയൂരുളയാനും അമ്പജനൻ ഗുരുവായൂരപ്പൻ
കൃഷ്ണ ഹരേ. ബ്രഹ്മാണ്ടമെല്ലാം ഭുജിച്ചരിപ്പോൾ ബ്രഹ്മശിവാദികൾ തുറ്റി പൂണ്ടു ഭോജനേത്രനും സമ്പൂർണനായി സന്തോഷത്തോടുണ്ടു വേഗം വേഗം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ആപിഞ്ചു കൈതരം നീട്ടിയെന്നെ ശിൽപ്പുമാൻ മെല്ലെ അനുഗ്രഹിച്ചു. അത്ഭുതപാദം പിടിച്ചു ഞാനും അല്പം തിരുനാമമുച്ചരിച്ചു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇന്ന് വൈകുന്നേരം വരാഹാവതാരം, വിദ്യാഗോപാല പുഷ്പാഞ്ജലി കുട്ടികളുടെ പേരിലോ അവരവരുടെ പേരിലോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇന്ന് വൈകുന്നേരം നടത്താവുന്നതാണ് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ഒറ്റയപ്പമാണ് വിശേഷമായിരിക്കുന്ന നിവേദ്യം. ആ ഒറ്റയപ്പ നിവേദ്യവും ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉച്ചയുടെ മുന്നേ കൗണ്ടറിൽ പേര് ഇതാ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. ഇന്ന് വരാഹമൂർത്തിക്ക് ഒറ്റയപ്പം, നാളെ പായസം, കഠിന പായസമാണ് നാളത്തെ നിവേദ്യമായിട്ടുള്ളത്. അപ്പോൾ ആഗ്രഹിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഇന്ന് ഉച്ചയുടെ മുന്നേ തന്നെ ആ നിവേദ്യം, ഒറ്റയപ്പ നിവേദ്യം നടത്താൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കുക. നമ്മളിതാ ഇവിടെ നമ്മുടെ സപ്താഹ മണ്ഡപത്തിന് മുന്നിലാണ് ഒരു കൃഷ്ണ വിഗ്രഹം ഇവിടെ നമ്മൾ പൂജയ്ക്ക് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ വിഗ്രഹം 7ാമത്തെ ദിവസം ഉച്ചയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രസാദമായിട്ട് ലഭിക്കും. പ്രസാദമായിട്ട് ഓരോരോ ആളുകൾക്കും അത് കിട്ടാൻ വേണ്ടി അവർ കൗണ്ടറിൽ നിന്ന് അതിൻ്റെ കൂപ്പൺ എടുത്ത് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ കൊണ്ടുവന്ന് അതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഇവിടെ ഭാഗവത പാരായണം സമർപ്പിച്ച് കഴിഞ്ഞാൽ അന്ന് നറുക്കെടുത്ത് ഒരാൾക്ക് അത് പ്രസാദമായിട്ട് ഇതാ ലഭിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. അപ്പോൾ സപ്താഹത്തിന് എത്തിച്ചേർന്ന എല്ലാവരും എന്ത് ചെയ്യുക, ആ നറുക്കെടുപ്പിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കുക. ഇവിടെ അതിമനോഹരമായിട്ട് അലങ്കരിച്ചതായ ആ കൃഷ്ണ വിഗ്രഹം, ഭഗവാന്റെ ആ വിഗ്രഹം നമുക്ക് എന്ത് ചെയ്യാവുന്നത് ഓരോരോ ആളുകൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്, അതിൻ്റെ പ്രസാദമായിട്ട് ലഭിക്കുന്നതാണെന്ന് എല്ലാവരെയും ഇത് അറിയിക്കുന്നു. എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് ഭഗവാന്റെ മുന്നിൽ നിവേദ്യം സമർപ്പിച്ചത് സായ വിശാഖം. എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രത്യേകമായിട്ട് ഇതാ പ്രാർത്ഥിക്കുന്നു. മണ്ഡപത്തിന് മുന്നിൽ അവരിയ്ക്കുന്നുണ്ട് വെച്ചാൽ വന്ന് പ്രസാദം സ്വീകരിക്കാവുന്നതാണ്. എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രത്യേകമായിട്ട് ഇതാ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദീപാരാധനയോടുകൂടി തൽക്കാലം നിർത്താം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. 2:15 ശേഷം നമുക്ക് ആരംഭിക്കാം. ഒരു വരിയായിട്ട് വരുമ്പോൾ ഇവിടുന്ന് ഭഗവാന്റെ പാദങ്ങളെ സമർപ്പിച്ച പൂക്കൾ പ്രസാദമായിട്ട് ലഭിക്കും. ഒരു വരിയായിട്ട് മാത്രം വന്ന് പ്രസാദം സ്വീകരിക്കുക. അതേപോലെ ഭഗവാന് നിവേദ്യം സമർപ്പിച്ചത് അത് എടുക്കാവുന്നതാണെന്ന് കൂടി അറിയിക്കും. 2:15 ശേഷം നമുക്ക് ആരംഭിക്കാം.